ഡിയർ ഫ്രണ്ട്സ്, എല്ലാ ഫ്രണ്ട്സും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാവരുടെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കഴിഞ്ഞ വീടിൻ്റെ പോസിറ്റിവിറ്റിയെക്കുറിച്ചിട്ട വീഡിയോയ്ക്ക് ധാരാളം പേർ കമൻറ്റ് ചെയ്തിരുന്നു. അതെല്ലാത്തിനും എല്ലാ സപ്പോർട്ടിനും ഓരോ സബ്സ്ക്രൈബേഴ്സിനും ഞാൻ നന്ദി പറയുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഇടുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആ സെക്കൻഡ് പാർട്ടാണിത് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം, നേരെ വീഡിയോയിലേക്ക് പോകാം. കുറച്ച് കാര്യങ്ങൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. ഇനി പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമ്മളൊരു വീടിൻ്റെ പോസിറ്റിവിറ്റിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൽ പരമപ്രധാനമായ ഒരു കാര്യമാണ് നമ്മുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട്, അതിലെത്ര പേർ പ്രായപൂർത്തിയായവരുണ്ട്. അവരെല്ലാവരും തന്നെ ഓരോരോ ജോലികൾ അവരവരെ കൊണ്ട് പറ്റുന്ന ജോലികൾക്ക് പോകണം എന്നുള്ളത് നമ്മുടെ വീടിൻ്റെ പോസിറ്റിവിറ്റിക്ക്, അതുപോലെ സമ്പൽ സമൃദ്ധിക്ക് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ഹസ്ബൻഡ് നിർബന്ധമായും ജോലിക്ക് പോകണം. ഹെൽത്ത് കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ കൃത്യമായും ജോലിക്ക് പോയിരിക്കണം. വൈഫ് ഉണ്ടെങ്കിൽ വൈഫ് വീട്ടിലെ ജോലികളും ഒക്കെ കഴിഞ്ഞ് പുറത്ത് ജോലിക്ക് പോകാൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അങ്ങനെ പോവുക. അങ്ങനെ പോകാൻ പറ്റിയില്ലെങ്കിൽ വീട്ടിൽ തന്നെ അവർക്ക് ധാരാളം ജോലികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യുന്നുണ്ട്, പുറത്ത് പോയി ചെയ്തില്ലെങ്കിലും. അപ്പോൾ മക്കൾ പ്രായപൂർത്തി എത്തിയവരാണെന്നുണ്ടെങ്കിൽ അവരും ജോലിക്ക് പോകണം എന്നുള്ളത് ഒരു നിബന്ധനയായി തന്നെ എടുക്കുക. അതായിരിക്കും നമ്മുടെ വീടിൻ്റെ സമ്പൽ സമൃദ്ധിക്കും ഐശ്വര്യത്തിനും പോസിറ്റിവിറ്റിക്കും പരമപ്രധാനമായ കാര്യങ്ങളിലൊന്ന്. അടുത്ത കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ വീടിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ നമ്മൾ ഒഴിഞ്ഞ മെഡിസിൻ കുപ്പികൾ, തീർന്നുപോയ മെഡിസിൻ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മെഡിസിൻസ്, അതുപോലുള്ള കാര്യങ്ങൾ, അതുപോലെ എന്താ പറയുന്നത്, നമ്മുടെ വീടിൻ്റെ 4 പാടും, അതായത് ബെഡ്റൂമിൽ, പ്രെയർ ചെയ്യുന്ന സ്ഥലത്തൊക്കെയുള്ള ജനലിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ആൾക്കാർ മെഡിസിൻസ് കുപ്പികളൊക്കെ കൊണ്ടുവന്ന് വയ്ക്കുന്ന കാണാം. അങ്ങനെ വയ്ക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള കുപ്പികൾ, മെഡിസിൻസ് ഇല്ലാതെ ആർക്കും എന്നും പിടിച്ചിരിക്കാനൊന്നും പറ്റില്ല. എന്തെങ്കിലും അസുഖം വരുമ്പോൾ നമ്മൾ മെഡിസിൻസ് ഉപയോഗിക്കണം. പക്ഷേ ആ മെഡിസിൻസ് കീപ്പ് ചെയ്യാനായിട്ട് പ്രത്യേകമായൊരു സ്ഥലം നമ്മൾ കണ്ടെത്തി അവിടെ മാത്രം വയ്ക്കുക. അല്ലാതെ തോന്നുന്ന സ്ഥലത്തെല്ലാം മെഡിസിൻസ് കുപ്പികൾ വയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ വീടിൻ്റെ പ്രധാന വാതിലിന് ചുറ്റും, പ്രധാന വാതിൽ വൃത്തിയാക്കുന്നതിനെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്, ഫ്രണ്ടിൽ ഇങ്ങനെ പോയിട്ട് എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ ചെരുപ്പുകളെല്ലാം കൊണ്ടുവന്ന് കുന്നുകൂട്ടിയിടും. അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല. ചെരുപ്പ് വയ്ക്കാനായി പ്രത്യേകിച്ച് ഒരു സ്ഥലം കണ്ടെത്തി അവിടെ മാത്രം നമ്മൾ ചെരുപ്പുകൾ വയ്ക്കാനായി ശ്രദ്ധിക്കുക. പിന്നെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞും കിടന്നുറങ്ങുന്ന ഏതെങ്കിലും ആൾക്കാർ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് നമ്മൾ മാറ്റേണ്ടതാണ്. നമുക്ക് ഉണരാനും ഉറങ്ങാനും ഒരു സമയം വയ്ക്കുന്നത്, നിബന്ധന വയ്ക്കുന്നത് വളരെ നല്ല കാര്യമാണ്. അതുപോലെ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ, കൊച്ചുകുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരോട് ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പറ്റൂ. ഓക്കെ, ഞാൻ മുതിർന്ന ആൾക്കാരുടെ കാര്യമാണ് ഇവിടെ സംസാരിച്ചത്. അപ്പോൾ വീട് പോസിറ്റീവായി വയ്ക്കുന്നതിൽ നമ്മുടെ വീട്ടിലുള്ള ഓരോ വ്യക്തികൾക്കും പങ്കുണ്ടെന്നുള്ള കാര്യമാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ വീട്ടിൻ്റെ ഈ കർട്ടൻസൊക്കെ ഉണ്ടെങ്കിൽ അത് ആഴ്ചയിൽ ഒരിക്കൽ റിമൂവ് ചെയ്ത് കഴുകാനായി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ വീടിൻ്റെ ജനൽ പാളികൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വയ്ക്കുന്നത് പോസിറ്റിവിറ്റി കൂട്ടാനായി സഹായിക്കും. എനിക്ക് ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, ധന്വന്തരി മന്ത്രം, ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം നമുക്ക് വീട്ടിൻ്റെ പോസിറ്റിവിറ്റിക്ക് വേണ്ടി ജപിക്കാമോ എന്നുള്ളത്. തീർച്ചയായും നമുക്കത് ജപിക്കാം. ജനാർദ്ദനൻ എന്ന് പറയുന്ന ഐഡിയയിൽ നിന്നാണ് എനിക്കത് വന്നത്. അദ്ദേഹത്തിനോടാണ് എൻ്റെ ഈ മറുപടി. ധന്വന്തരി മന്ത്രം ജപിക്കാം. ഒപ്പം അന്നപൂർണേശ്വരി ശ്ലോകം, ഓം ശ്രീ അന്നപൂർണേ സദാപൂർണേ ശങ്കര പ്രാണവല്ലഭേ ജ്ഞാനവൈരാഗ്യ സിദ്ധ്യർത്ഥ്യം ഭിക്ഷാം ദേഹി ച പാർവതി. ഇതാണ് ഞാൻ ജപിക്കുന്നത്. ഇത് നിത്യവും ജപിച്ചുകൊണ്ടേയിരിക്കാം. അത് വീടിൻ്റെ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും എല്ലാം കൂട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ മെഡിസിൻസ് വയ്ക്കുന്ന കാര്യം പറഞ്ഞു, ചെരുപ്പുകൾ ഒരു ഭാഗത്തിടുന്ന ഭാഗം പറഞ്ഞു.
പ്രാർത്ഥന നിർബന്ധമായും ഒരു നിർബന്ധതയോടുകൂടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് വൈകുന്നേരമുള്ള പ്രാർത്ഥന. വീട്ടിലെല്ലാവരും ഒരുമിച്ച് ഇരുന്ന് പ്രാർത്ഥിക്കാൻ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ജോലി തിരക്കുകളിൽ കഴിയാറില്ലെങ്കിൽ ഉള്ള ആൾക്കാർ അത് പ്രാർത്ഥിക്കുക. ആ സമയമാകുമ്പോൾ എവിടെയായാലും നമ്മൾ ദൈവമേ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയ ഓരോ ബ്ലെസ്സിങ്സിനും നന്ദി പറയുക. ഓക്കെ, ഇത് നിർബന്ധമാക്കണം. വീട് ആഴ്ചയിലൊരിക്കലെങ്കിലും വൃത്തിയാക്കുമ്പോൾ ഉപ്പുവെള്ളം ഉണ്ടല്ലോ, കല്ലുപ്പ്, അതിട്ടൊന്ന് വൃത്തിയാക്കുന്നത് നല്ലതാണ്. കാരണം ഉപ്പ് എല്ലാ നെഗറ്റീവ് തോട്ട്സിനെയും അവോയ്ഡ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രിവെൻറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണല്ലോ ഒരു വീട്ടിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും അരിയും ഒരിക്കലും ഒഴിയാൻ പാടില്ല എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ആർക്കെങ്കിലും ഹെൽത്ത് വൈസ് വീട്ടിലെ അമ്മയ്ക്കായാലും അച്ഛനായാലും മക്കൾക്കായാലും ചെറിയ രീതിയിലുള്ള ഹെൽത്ത് കണ്ടീഷൻ ഉണ്ടെങ്കിൽ തന്നെ അത് എത്രയും പെട്ടെന്ന് സ്വയം ചികിത്സിക്കാതെ നമ്മൾ ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലിലെത്തി വിദഗ്ധ ചികിത്സ തേടേണ്ടതാണ്. അതിൻ്റെ ഡയഗ്നോസിസും കാര്യങ്ങളും ഒക്കെ ചെയ്യേണ്ടതാണ്. അങ്ങനെ ചെയ്താൽ മാത്രമേ ആരോഗ്യപരമായ ഒരു ശരീരം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കൂ എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. കാരണം വീട്ടമ്മമാർ മിക്കവാറും അവർക്ക് വരുന്ന അസുഖങ്ങളൊക്കെ അവഗണിക്കാറുണ്ട്. അതിൻ്റെ ഫലമായി അവർ വളരെയേറെ കഷ്ടപ്പാടുകളിലേക്ക് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ ചികിത്സിച്ച് ഭേദമാക്കുക. ഇതും ഒരു വീട്ടിലെ വീട്ടമ്മ എന്ന് പറയുന്നത് ആ വീടിൻ്റെ നെടുന്തൂണാണെന്ന് ഓർക്കുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ഹെൽത്ത് കണ്ടീഷൻസ് എപ്പോഴും ബെസ്റ്റാക്കി വയ്ക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ പഴയ ബുക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്നെടുത്ത് ഇടയ്ക്ക് തുടച്ച് വൃത്തിയാക്കി വീണ്ടും വയ്ക്കുക. അതല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ വളരെയധികം നെഗറ്റിവിറ്റി നമ്മുടെ വീട്ടിലേക്ക് സ്പ്രെഡാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നമ്മളെവിടെയാണ് വൃത്തിയും നീറ്റായും ക്ലീനായും വയ്ക്കുന്നത് അവിടേക്കായിരിക്കും നമ്മുടെ പോസിറ്റിവിറ്റി കടന്നു വരുന്നത്. നമ്മുടെ പോസിറ്റീവ് തോട്ട്സ്, അതാണ് പോസിറ്റിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നീറ്റ്നെസ് എവിടെയുണ്ടോ അവിടെ പോസിറ്റിവിറ്റി ഉണ്ട്. നമ്മുടെ മനസ്സിൽ അത് കാണുമ്പോൾ വളരെയധികം സന്തോഷിക്കും. അത് തന്നെയാണ് നമുക്ക് ബ്ലെസ്സിങ് ആയിട്ട് വരുന്നത്. അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കും എന്ന് വിചാരിക്കുകയാണ്. ഒരു ലെങ്തി വീഡിയോ ഞാൻ ഇപ്പോൾ എടുക്കുന്നില്ല. കാരണം എനിക്ക് കുറച്ച് ഹെൽത്ത് വൈസ് ഓക്കെ അല്ല. അതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നല്ല പോസിറ്റീവ് അന്തരീക്ഷമുള്ള ഒരു വീട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കട്ടെ. എല്ലാ വീട്ടമ്മമാർക്കും അതിന് കഴിയട്ടെ. വീട്ടിലുള്ള എല്ലാ വ്യക്തികൾക്കും അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും കാണാം അടുത്ത വീഡിയോയിലൂടെ. കേട്ടോ ഫ്രണ്ട്സ്, താങ്ക് യു സോ മച്ച്. ലവ് യു ആൾ.